കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരില കൂടി കൊഴിയുമ്പോൾ. ഡിസംബറിലെ മഞ്ഞുകാറ്റിന് പതിവിലുമേറെ തണുപ്പുണ്ട്. ചുവരിലെ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ മെലിഞ്ഞുണങ്ങിയ അവസാനത്തെ താളുകളും നമ്മെ നോക്കി വിട പറയുവാൻ വെമ്പുന്നു. അതെ, 2025 എന്ന സുന്ദരമായ വർഷത്തിൻ്റെ അവസാനത്തെ ഇലകളും കൊഴിഞ്ഞു വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണിമ ചിമ്മുന്ന വേഗത്തിലാണ് കാലം കടന്നുപോയതെന്ന് തോന്നും. 2025 എന്ന വർഷം വെറുമൊരു അക്കമായിരുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിലെ 365 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമായിരുന്നു. ചില താളുകളിൽ നാം പൊട്ടിച്ചിരിച്ചു, ചിലതിൽ വിങ്ങിപ്പൊട്ടി, മറ്റു ചിലതിൽ അത്ഭുതം കൊണ്ട് വാവൊളിച്ചു നിന്നു. ഈ വർഷം നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്പാദ്യം ചില നല്ല ഓർമ്മകളാണ്. അപ്രതീക്ഷിതമായി ലഭിച്ച സൗഹൃദങ്ങൾ, തേടിയെത്തിയ അംഗീകാരങ്ങൾ, പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിച്ച സായാഹ്നങ്ങൾ, അങ്ങനെ എത്രയെത്ര നിമിഷങ്ങൾ. കുടഞ്ഞെറിയാൻ മടിച്ച് മനസ്സിന്റെ ചെപ്പിൽ നാം സൂക്ഷിച്ചു വെച്ച ആ മയിൽപ്പീലികളാണ് 2025 ബാക്കി പത്രം. ചിലർക്ക് ഈ വർഷം പുതിയ തുടക്കങ്ങളുടേതായിരുന്നു. മറ്റു ചിലർക്ക് കാത്തിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിൻ്റെ നിർവൃതിയായിരുന്നു. എല്ലാം വസന്തമായിരുന്നില്ല 2025. വേനലിൻ്റെ വറുതി പോലെ ചില സങ്കടങ്ങളും നമ്മെ തേടിയെത്തിയിരുന്നു. പ്രിയപ്പെട്ട ചിലരുടെ വേർപാടുകൾ, പ്രതീക്ഷിച്ചതൊന്നും നടക്കാതെ പോയതിൻ്റെ നിരാശകൾ, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ, ഇവയൊക്കെ നമ്മളെ വേദനിപ്പിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ആ സങ്കടങ്ങളാണ് നമ്മളെ കൂടുതൽ കരുത്തരാക്കിയത്. വീണുപോയിടത്തു നിന്നും എഴുന്നേൽക്കുവാനും കണ്ണീർ തുടച്ച് മുന്നോട്ട് നടക്കുവാനും നമ്മളെ പഠിപ്പിച്ചത് ഈ വർഷം നൽകിയ തിക്താനുഭവങ്ങളാണ്. ആ നോവുകളെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. കാരണം അവയാണ് നമ്മുടെ അതിജീവനത്തിന്റെ അടയാളങ്ങൾ. അത്ഭുതങ്ങളുടെ വർഷം